അറിയാം ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പേരാമ്പ്ര, കോഴിക്കോട്, മലപ്പുറം, പിന്നെ തൃശ്ശൂർ, അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു രീതി, ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും കൽപ്പറ്റയിലും ചൂരൽമലയും ഉണ്ടെങ്കിൽ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമന്വയത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇവിടെ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി ഏത് പാർട്ടിയാവട്ടെ എല്ലാവരും തമ്മിൽ സമന്വയത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഈ മണ്ണ് രാഷ്ട്രീയവും മതവുമില്ലാതെ ഒരുമിച്ച് മരിച്ചുപോയ ആളുകളുടെയും ഒരുമിച്ച് അവരെ അടക്കം ചെയ്ത പൊതുശ്മശാനത്തിൻ്റെയും മണ്ണാണ്. ഈ മണ്ണിൽ രാഷ്ട്രീയമല്ല. ഈ ചടങ്ങിൽ ഉയരേണ്ടത് മാനവികതയുടെയും ഐക്യത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും സന്ദേശമാണ്. ആ സന്ദേശത്തിന് പകരം ഉയർന്നത് ഒരു എല്ലാ തലത്തിലുമല്ല, ഒരു പ്രത്യേക ലാക്കോട് കൂടിയിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഞാൻ പുലർച്ചെ ഒരു 1:40-45 മണിക്കാണ് ഞാൻ ഈ വിഷയം 2024 ജൂലൈ 30 ഞാൻ വിവരം അറിയുന്നത്. ഞാൻ അത് കഴിഞ്ഞ് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതാണ്. ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ ചീഫ് സെക്രട്ടറി വേണു, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ റിങ്ങിൽ ആ മനുഷ്യൻ കോൾ എടുത്തിട്ടുണ്ട്. സിംഗിൾ കോളിലെ 3ാമത്തെ റിങ്ങിൽ കോൾ എടുത്തു. ഞാൻ വിവരം പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു. മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു. നമ്മൾ അങ്ങനെയൊക്കെയാണ് ഏകോപനം നടക്കുന്നത്. ഇതിലൊരു മറ്റുള്ളതായിരിക്കുന്ന ഒരു വിഭാഗീയതയോ, കാരണം സർക്കാർ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളൊക്കെ നടക്കേണ്ടത്. നമ്മളൊക്കെ സർക്കാരിനോട് ചേർന്ന് നിന്ന ആളുകളാണ്. പൊതുശ്മശാനമല്ലാതെ ഈ ജില്ലയിലെ പലയിടങ്ങളിലും കുഴി കുഴിച്ചിരുന്നു ബോഡി അടക്കം ചെയ്യാൻ. അന്ന് HMLൻ്റെ ഭൂമി കിട്ടാൻ അന്ന് അവിടെ പോയി നേതൃത്വം കൊടുത്ത ആളാണ് ഹംസക്ക. അന്ന് കലക്ടറോട് സംസാരിച്ച് മന്ത്രി രാജനെയും റിയാസിനെയും നേരിട്ട് ചെറിയാനെ കണക്ട് ചെയ്ത് സ്ഥലം തരാം എന്ന് സമ്മതിപ്പിച്ച ആളാണ് ഞാൻ. അങ്ങനെ തുടങ്ങിയെല്ലാം. അത് കഴിഞ്ഞ് സർവമത പ്രാർത്ഥനയ്ക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അടക്കം, ഒരു ദിവസത്തെ അടക്കം തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 3 മണി വരെ നീണ്ടുനിന്ന ഇതാണ്. മുഴുവനിടത്തും ഗാർഡ് ഓഫ് ഓണർ, സർവമത പ്രാർത്ഥന എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെയുള്ളൊരു മണ്ണാണ് ഈ മണ്ണ്. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മണ്ണാണ്. ഇവിടെ ഒരു വിഭാഗീയതയുടെയും രാഷ്ട്രീയ അതിപ്രസരമുള്ള മണ്ണല്ല. എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റഡ് ഫീലിംഗ് ഉണ്ടായി. പക്ഷെ ആ ടാർഗറ്റഡ് ഫീലിംഗിൽ എനിക്ക് ആരോടും പരിഭവമില്ല. ഏതാ അത് വിഭാഗീയത പറയേണ്ട സമയമല്ല ഇത് നിങ്ങൾ ഒപ്പം പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ വിഭാഗീയത ആരാ ഒരിക്കലും എതിർത്തില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഞാൻ ഇവിടെ മെനിഞ്ഞാന്ന് രാത്രിയും ഇവിടെ വന്ന് അറേഞ്ച്മെന്റ്സ് കണ്ട് വിലയിരുത്തി പോയയാളാണ് ഞാൻ. അരുൺകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസറുമായി മെനിഞ്ഞാന്ന് രാത്രി അടക്കം അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പറായി പോവുമല്ലേ എന്ന് ചോദിച്ച് ഇവിടെ നിന്ന് പോയയാളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനൊക്കെ കാണുന്നത്. അല്ലാതെ ഇതിപ്പോൾ സർക്കാർ നാളെ ഇപ്പോൾ മെയ് മാസം ജൂൺ മാസം ആയി കഴിഞ്ഞാൽ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് ഇതിൻ്റെ തുടർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഏത് ഗവൺമെൻറ് ആണെന്ന് ജനം തീരുമാനിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു പൂർണ്ണമായും UDF അധികാരത്തിൽ വരും. ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കേണ്ടി വരില്ലേ? ഇവരെയും കൂട്ടി യോജിപ്പിച്ച് പോകേണ്ടത് അതൊക്കെ ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യത്യസ്തമായ സമീപനങ്ങളായിരിക്കും. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ഒന്നാണ്. ആ പ്രവർത്തനം ഇന്ന് ഏറ്റവും ആശ്വാസകരമായ ദിവസമാണ്. ആ ആശ്വാസകരമായ ദിവസത്തിൽ ഇങ്ങനെ മാനസിക വിഷമം ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമീപനങ്ങൾ ഏതെങ്കിലും കോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയായി ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. മന്ത്രി രാജനെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഞാൻ കലക്ടറുമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിൽ തീരാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സമയം അത് പറയണ്ട എന്ന് കരുതിയാണ്. ഇതൊരു ആശ്വാസത്തിൻ്റെ സമയമാണ്. തീരാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഒരു അമ്യൂണിറ്റീസോടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പാതി വീട് പോലും പൂർത്തിയായിട്ടില്ല. എനിക്ക് വേണം ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇത്രത്തോളമെങ്കിലും ആയല്ലോ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി. അതാണ് നമ്മുടെ ആശ്വാസകരമായ നടപടി. അതിൽ എനിക്ക് വളരെ കൃത്യമായ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ. പക്ഷേ എനിക്കതിൽ പരിഭവമില്ല. കാരണം പരിഭവമില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദുരന്തബാധിതരുടെ ആ ക്യൂബിക്കിളിൽ നിന്ന് ഒരാൾ പോലും അപശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവർ കൈയടിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്.